മുഖ്യമന്ത്രി പ്രഖ്യാപനമെന്ന കടമ്പ കടന്നതോടെ മന്ത്രിസഭാ രൂപീകരണമെന്ന അഗ്നിപരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ് UDF. VD സതീശൻ സർക്കാരിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. മന്ത്രിമാരെ തീരുമാനിക്കാൻ വൈകിട്ട് 4 മണിക്ക് കന്റോൺമെന്റ് ഹൌസിൽ UDFന്റെ നിർണായക നേതൃയോഗം ചേരും. KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കും. ചെന്നിത്തലയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും അവകാശവാദങ്ങൾക്ക് നേർക്കുനേർ തയ്യാറായി കഴിഞ്ഞു. മികച്ച വിജയം സ്വന്തമാക്കിയ ഘടകകക്ഷികൾ കൂടി അവകാശവാദം ഉന്നയിച്ചാൽ ഈ ഘട്ടം UDFന് കടുപ്പമാകും. കാത്തിരിപ്പിന്റെ 10 ദിനങ്ങൾക്കൊടുവിലാണ് 100-ലധികം സീറ്റ് നേടി അധികാരമുറപ്പിച്ച UDF മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. ഇതിനിടെയുണ്ടായ നാടകീയ സംഭവങ്ങളും ചരടുവലികളും ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയെ വെല്ലുന്നതും. വെട്ടിയും തടഞ്ഞും ഒഴിഞ്ഞും നടത്തിയ പോരാട്ടത്തിനൊടുവിൽ VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക്. പോരാട്ടത്തിൽ വീണുപോയവർ കാത്തിരിക്കുന്നത് മന്ത്രിസഭാ രൂപീകരണമെന്ന വലിയ യുദ്ധത്തിനാണ്. It has been decided that Shri VD Satishan be appointed as the leader of the CLP. 63 സീറ്റിന്റെ വ്യക്തമായ ആധിപത്യമുള്ളതിനാൽ കോൺഗ്രസ് ഇക്കുറി 11 മന്ത്രിമാരെ തീരുമാനിക്കും. മലബാറിൽ ഉൾപ്പെടെ മുന്നണിയെ അരക്കിട്ടുറപ്പിച്ച മുസ്ലിം ലീഗും ഇക്കുറി കരുത്ത് കാട്ടിയിട്ടുണ്ട്. 5 മന്ത്രിമാരെന്ന ആവശ്യം ലീഗ് അനായാസം ഉന്നയിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, RSP തുടങ്ങിയ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനത്തിനായി പോരാടാം. UDF പിന്തുണയിൽ ജയിച്ച V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G സുധാകരൻ തുടങ്ങിയ അധികാരികളുടെ നിരയും ഇത്തവണ മുന്നണിയുടെ ഭാഗമായുണ്ട്. മന്ത്രിസഭയിലേക്ക് ഇവരിൽ ആരെയെങ്കിലും പരിഗണിക്കുമോ എന്നതിലും കൗതുകം. വൈകുന്നേരം 4 മണിക്ക് കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്ന UDF നേതൃയോഗമാണ് മന്ത്രിസഭയുടെ തലവിധി എഴുതുക. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മന്ത്രിമാരെയും യോഗത്തിൽ തന്നെ തീരുമാനിക്കാനാകും UDF നീക്കം. മുഖ്യമന്ത്രി ചർച്ചകളെ തുടർന്ന് ചായക്കടയിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായെന്ന നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞ അനുഭവം മുൻനിർത്തി വലിയ പിടിവാശികളില്ലാതെ തീരുമാനത്തിലെത്തിയേക്കും. അതേസമയം കപ്പിനും ചുണ്ടിനുമിടയിൽ മുഖ്യമന്ത്രി പദവി നഷ്ടപ്പെട്ടവരുടെ ഉൾപ്പെടെ നിലപാട് നിർണായകമാകും. KPCC പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനെത്തിയ AICC നിരീക്ഷകർ കേരളത്തിൽ തുടരുകയാണ്. നിർണായക ചർച്ചകളുടെ സാഹചര്യത്തിൽ KC വേണുഗോപാൽ ഇന്ന് സംസ്ഥാനത്തെത്തും. ഗുരുവായൂർ ദർശനശേഷം ചെന്നിത്തലയും വൈകിട്ടോടെ തലസ്ഥാനത്തെത്തും. എന്നാൽ UDF നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ചെന്നിത്തല അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.